ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ ഭക്തിയുടെ ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ആദ്യ ഭാഗത്തിൽ ചിന്തിച്ചത്. ഈ രണ്ടാം ഭാഗത്തിൽ ആ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് എങ്ങനെ കൂടുതൽ അടുക്കാമെന്നും ആ ഭക്തി നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ പ്രകാശപൂർണമാക്കുമെന്നും നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മ ഫാത്തിമായിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വിളി ഇന്നും നമുക്ക് മുൻപിലുണ്ട്. വിമല ഹൃദയത്തോടുള്ള ഭക്തി വെറുമൊരു വികാരമല്ല, അതൊരു ജീവിത ശൈലിയാണ്. ഇതിനായി അമ്മ നമുക്ക് 3 വഴികൾ കാണിച്ചു തരുന്നു. നമ്മെ തന്നെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും വിമല ഹൃദയത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക. അമ്മേ, ഞാൻ അങ്ങയുടേതാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. തുടർച്ചയായ 5 ആദ്യ ശനിയാഴ്ചകളിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ജപമാല ചൊല്ലി അമ്മയുടെ വിമല ഹൃദയത്തിന് പരിഹാരം ചെയ്യണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. പാപികൾക്കായി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് പലരും നരകത്തിൽ പോകുന്നതെന്ന് അമ്മ വേദനയോടെ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ചെറിയ വേദനകളെയും ബുദ്ധിമുട്ടുകളെയും ലോകത്തിൻ്റെ മാനസാന്തരത്തിനായി അമ്മയിലൂടെ ദൈവത്തിന് സമർപ്പിക്കാം. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും പീഡനങ്ങളിലും തളരാതെ നിൽക്കുവാൻ അമ്മയുടെ ഹൃദയം നമുക്ക് ധൈര്യം നൽകുന്നു. പാപത്തോടുള്ള വിരക്തി വിമലമായ ആ ഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അശുദ്ധിയും സ്വാർത്ഥതയും ഇല്ലാതാകുന്നു. കറയില്ലാത്ത സ്നേഹത്തിലേക്ക് നാം വളരുന്നു. ലോകം നൽകുന്ന സമാധാനമല്ല, ക്രിസ്തു നൽകുന്ന ആഴമായ ശാന്തി അമ്മയുടെ മക്കൾക്ക് ലഭിക്കുന്നു. വിഷാദവും ആകുലതകളും മാറ്റി പ്രത്യാശയോടെ ജീവിക്കുവാൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. തിരുസഭയുടെ ചരിത്രത്തിൽ വിമല ഹൃദയ ഭക്തി സഭയെ വലിയ ആപത്തുകളിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. 1571 ലെപ്പോന്റെ യുദ്ധം മുതൽ ആധുനിക കാലഘട്ടം വരെ സഭ വെല്ലുവിളികൾ നേരിടുമ്പോഴെല്ലാം മാർപ്പാപ്പമാർ അഭയം തേടിയത് വിമല ഹൃദയത്തിലാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പഠിപ്പിക്കുന്നത് പോലെ ഈശോയിലേക്ക് എത്തുവാനുള്ള ഏറ്റവും എളുപ്പമുള്ളതും സുരക്ഷിതവുമായ വഴി മറിയമാണ്. സഭയുടെ അമ്മയായ മറിയം തൻ്റെ വിമല ഹൃദയത്തിലൂടെ സഭയെ വിശുദ്ധിയിലേക്കും നവീകരണത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റും ഇരുൾ പടരുമ്പോൾ, യുദ്ധഭീഷണികളും അശാന്തിയും ലോകത്തെ വിഴുങ്ങുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ഫാത്തിമായിലെ ആ അമ്മയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഭയപ്പെടേണ്ട, എൻ്റെ വിമല ഹൃദയം നിനക്ക് അഭയവും ദൈവത്തിലേക്ക് നയിക്കുന്ന വഴിയുമായിരിക്കും. നമുക്ക് നമ്മെ തന്നെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ഓരോ ശ്വാസവും ഓരോ പ്രാർത്ഥനയും ആ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിനായി സമർപ്പിക്കാം. അങ്ങനെ ലോകത്തിലെ സമാധാനത്തിന് ദൂതന്മാരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. അമ്മയുടെ വിമല ഹൃദയം വാഴട്ടെ. ഈശോയുടെ തിരുഹൃദയം സ്തുതിക്കപ്പെടട്ടെ. ആമേൻ.